ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റമദാനൊക്കെ ആയി തുടങ്ങി. റമദാനൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഡിപ്പായിട്ട് കഴിക്കാൻ പറ്റിയ കുറച്ച് ഡിപ്പ് അല്ലെങ്കിൽ സോസുകളുടെ റെസിപ്പീസ് ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു പ്രീ റമദാൻ വ്ളോഗാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് റെസിപ്പീസിലോട്ട് പോകാം. ആദ്യം നമുക്കൊരു ഡിപ്പ് തയ്യാറാക്കുന്നത് കാണാം. ഇതൊരു ഗ്രീൻ ഡിപ്പാണ്. അതിനായിട്ട് ഞാനിപ്പം ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. റെഡ് തക്കാളി തന്നെയാണ്. പിന്നെ മല്ലിയില, വെളുത്തുള്ളി ഒരു 3 എണ്ണം, ചെറിയ ഉള്ളി ഒരു 4 എണ്ണം, പച്ചമുളക് ഒരു 2 എണ്ണം. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വേണം ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അതെല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കുക. അത് നല്ല ടേസ്റ്റാണ്. കട്ട്ലെറ്റ്, സമോസ അങ്ങനെയുള്ള സ്പൈസി സ്നാക്കിൻ്റെ കൂടെയൊക്കെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചട്നി അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടിപ്പാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഇത് നമുക്ക് ഒരു ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കാം, അതിൽ കൂടുതലൊന്നും വയ്ക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഇംലി സോസ്. നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഇംലി അല്ലെങ്കിൽ ഇംലി സോസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറേ തവണ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, കാരണം ഇത് കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അതിലോട്ട് ഞാനൊരു 10 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് ഈത്തപ്പഴം കുരു കളഞ്ഞത് വേണം ചേർത്ത് കൊടുക്കാൻ. ഒരു നമ്മൾ ഏത് പാനിലാണോ ഇത് ഉണ്ടാക്കുന്നത് ആ പാനിലോട്ട് ഇട്ട് കൊടുക്കുക, കുരു കളഞ്ഞിട്ട്. പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ബ്ലാക്ക് ശർക്കര ഇട്ടെടുത്തിട്ടുള്ളത്. ശർക്കര അല്ലെങ്കിൽ ചക്കര, ജാഗരി, ഓക്കെ, അത് ഒരു ആവശ്യപാത്രത്തിന് ആവശ്യമുള്ളത് ഞാനൊരു ക്യൂബ് എടുത്തിട്ടുണ്ട്. പിന്നെ പുളി വേണം. പുളിക്ക് ആവശ്യമുള്ള പാകത്തിന് എടുക്കുക കേട്ടോ. നമ്മൾ ഒരു സൈസ് എമൗണ്ട് പറയുമ്പം ചില പുളി നല്ല പുളി ഉണ്ടാവും, ചിലത് പുളി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പാകത്തിന് എടുക്കുക. അപ്പോൾ അതിൻ്റെയും സീഡ് കളയണം. അതിൻ്റെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കുന്ന ഒരു സോസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു 10 ദിവസത്തിനൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അതിൽ കൂടുതൽ ഫ്രിഡ്ജിൽ ഒരു മാസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നവരുണ്ട്. ഞാൻ 10 ദിവസമൊക്കെ പറയുള്ളൂ കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച ശേഷം വേണം അത് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഇംലി സോസാണ്. ഞാൻ മുമ്പ് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചാറ്റ് മസാല പൗഡറും ബാക്കിയുള്ള പൗഡേഴ്സൊക്കെ ചേർത്തിട്ട്, ഒരുപാട് പൗഡേഴ്സൊക്കെ ചേർത്തിട്ടുള്ള ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ എല്ലാവരുടെ അടുത്തും എല്ലാ സാധനങ്ങളും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഇംലി സോസാട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ചൂടാറിയ ശേഷം ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. പേസ്റ്റ് അല്ല, ഒന്നുണ്ട് ക്രഷ് ചെയ്തെടുക്കുക. കാരണം സീഡ് എന്തായാലും ഇനിയും ഉണ്ടാവും നമ്മുടെ പുളിയിൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുണ്ട് ക്രഷ് ചെയ്തെടുക്കുക ബ്ലെൻഡറിൽ. അതിനുശേഷം അരിപ്പയിലൂടെ ഇതുപോലെ അരിച്ചെടുക്കുക. അപ്പം ഒരു സോസ് നമുക്ക് റെഡിയായി കിട്ടുമല്ലോ. നല്ല തിക്കായിട്ടുള്ള സോസ് ആയിരിക്കും റെഡിയായി കിട്ടുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിൽ ഞാൻ ഇനി വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. കാരണം നമുക്ക് തിക്കായിട്ടുള്ള സോസ് റെഡിയാക്കിയ ശേഷം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ചെറിയ പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ. കുറേശ്ശെ എടുത്താൽ മതിയാകും. അപ്പോൾ ഞാനത് സ്റ്റോർ ചെയ്തിട്ട് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് ഈ സോസിനായിട്ട് ഞാനിപ്പോൾ ബാക്കിയുള്ള ആ ഒരു പാത്രത്തിലുള്ള ബാക്കിയുള്ളത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് കാണിക്കാം. അടുത്ത സ്പൈസി മയോ ഡിപ്പ് അതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഡിപ്പാട്ടോ. അതായിട്ട് ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഹോട്ട് സോസും അതുപോലെ മയനൈസാണ് വേണ്ടത്. മെയിനായിട്ട് മയനൈസ് ആട്ടോ. മയനൈസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഹോട്ട് ചില്ലി സോസ് എടുത്തിട്ടുണ്ട് ഞാൻ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതാണ് ഉള്ളത്. അപ്പോൾ അതും ചേർത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാടൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ സോസ് റെഡിയായി. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ഹോട്ട് സോസ് ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ മുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഏതെങ്കിലും രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ കൊടുത്തിട്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ആ ഒരു സോസും ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണ്. അത് സ്റ്റോർ ചെയ്ത് വെക്കണ്ട, അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ സോസുകൾ കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ ഡിപ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കബാബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറച്ച് ബാക്കിയുണ്ട്. അതിന് ചിക്കന്. അപ്പം ആ ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ചിക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കബാബിൻ്റെ ആ ഒരു മാവ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഫ്രീസറിൽ. അപ്പോൾ നമുക്ക് ഈ എന്തെങ്കിലും ഫില്ലിങ് ആവശ്യമുണ്ടെങ്കിൽ സമോസയോ കട്ട്ലെറ്റോ അതിനൊക്കെ ചിക്കൻ്റെ ഫില്ലിങ് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ കബാബിൻ്റെ ഫില്ലിങ്ങും അതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തും കൂടി ചേർത്തിട്ടുണ്ട്. കബാബിൻ്റെ ഫില്ലിങ് കാണാത്തവരുണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ താഴെ പിൻ്റെ കമൻറ്റിൽ കൊടുക്കാം.
അപ്പോൾ അത് ആ ഒരു ഫില്ലിങ് ഞാൻ റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഫില്ലിങ്ങിൻ്റെ ആവശ്യം വന്നില്ല കേട്ടോ. വേറൊരു ആവശ്യത്തിനായിട്ടാണ് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ സോസ് റെഡിയാക്കി വെച്ചല്ലോ, അപ്പോൾ അതിൽ ബാക്കിയുള്ള സോസ് തയ്യാറാക്കി എടുക്കണം. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ അരിപ്പയിലൂടെ അരച്ചെടുക്കുകയാണ്. ഇത് നമ്മളിപ്പം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പഞ്ചാബി അതിലോട്ടൊക്കെ നമുക്ക് ഭയങ്കര തിക്കായിട്ടുള്ള സോസ്, ഈ ഇംലി സോസ് ഭയങ്കര ബോറിംഗ് ആവും. അപ്പോൾ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ചെറിയൊരു കൺസിസ്റ്റൻസിയിൽ, ഒരു ചെറിയൊരു തിക്ക്, പക്ഷേ അത്രയും തിക്കാവാൻ പാടില്ല, കുറച്ച് ലൂസായിട്ട് കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു സോസ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇംലി സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് പ്രീ റമദാൻ വ്ളോഗാണ്. അപ്പോൾ റമദാനിന് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഈ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് സ്നാക്സൊക്കെ ഉണ്ടാക്കി മടുക്കണ്ടാത്തവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ക്രോസൻ്റ് ആണ്. ഈ ക്രോസൻ്റൊക്കെ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാകും. അതൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് നമ്മളിപ്പം ഈ ഒരു റമദാനിൻ്റെ സമയത്ത് ബുദ്ധിമുട്ടണ്ട. അപ്പോൾ അതൊക്കെ നമുക്കിതുപോലെ നല്ല അടിപൊളി ഫ്രോസൺ ക്രോസൻ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതും ഭയങ്കര ടേസ്റ്റുള്ള, ഞാനത് ഉണ്ടാക്കി കാണിച്ചു തരാം. ഒരുപാട് വെറൈറ്റി ഫ്ലേവേഴ്സിലുള്ളതുണ്ട് കേട്ടോ. അപ്പം അതിൽ ബട്ടർ ക്രോസൻ്റ് ഉണ്ട്, അതുപോലെ സാത്തർ ക്രോസൻ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സിൽ വരുന്നതുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ടേസ്റ്റ്. നമ്മൾ സാധാരണ ഷോപ്പിൽ പോയി കഴിക്കുന്നത്, നമ്മൾ പുറത്ത് ഹൈപ്പർ മാർക്കറ്റ്സിൽ നിന്നൊക്കെ വാങ്ങിക്കൂലേ, ആ ഒരു സംഭവമൊന്നുമല്ല. അത് ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റുള്ള ക്രോസൻ്റാണ്. ഹോം മെയ്ഡ് ടച്ച് വരുന്ന, ഹോം മെയ്ഡ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് ബേക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ എല്ലാത്തിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് എവിടെ നിന്നാണ് വാങ്ങിച്ചെന്നുള്ളതൊക്കെ ഞാൻ കാര്യം പറഞ്ഞുതരാം. ഇനി അത് മാത്രമല്ല, അത് കൂടാണ്ട് ഇവിടെ കുറേ വെറൈറ്റി സമൂസകളുണ്ട് കേട്ടോ. എല്ലാം ഫ്രോസൺ ആണ്. നിങ്ങൾക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. ആവശ്യം വരുന്ന സമയത്ത് ഒന്നെടുത്തിട്ട് ഫ്രൈ ആക്കിയാൽ മതി. ജസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സിൻ്റെ അകത്ത് നമുക്ക് എല്ലാം സെറ്റായി കിട്ടും കേട്ടോ. അപ്പം അത്രയും എളുപ്പമാവും ഇനി റമദാനിന്. അപ്പോൾ എനിക്കിത് കിട്ടിയിട്ടുള്ളത് ഗ്രാൻഡ് ബേക്സിൽ നിന്നാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇതിന് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓഫേഴ്സ്, റമദാൻ ഓഫേഴ്സും ഇപ്പം അവിടെ നടക്കുന്നുണ്ട്. അപ്പം സമൂസയുടെ കാര്യം പറയുകയാണെങ്കിൽ 13-15 വെറൈറ്റി സമൂസകൾ തന്നെ ഉണ്ട് കേട്ടോ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഷവർമ സമൂസ, സിംഗർ സമൂസ, അതുപോലെ ചീസിൻ്റെ സമൂസ ഉണ്ട്. ചീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ടേസ്റ്റുള്ള സമൂസ കേട്ടോ അത്. കാരണം അത്യാവശ്യം ചീസ് ഫില്ലിങ് കൊടുത്തിട്ടുള്ള ഒരു സമൂസയാണത്. അതുപോലെ തന്നെ ചിക്കൻ സമൂസ, മട്ടൻ, അങ്ങനെ കുറേ കീമ സമൂസ, അതൊക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ച് മാത്രം വാങ്ങിക്കുന്നവർക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടത് ഷവർമ സമൂസ, സിംഗർ സമൂസ, ചീസ്, അങ്ങനെയുള്ളത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ ക്രോസൻ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഓവനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് എയർ ഫ്രയറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. എയർ ഫ്രയറിൽ 180 ഡിഗ്രിയിൽ ഒരു 8-9 മിനിറ്റ് കേട്ടോ. നമ്മൾ ഫ്രീസറിൽ നിന്ന് കുറച്ച് നേരം പുറത്ത് വെക്കുകയാണെങ്കിൽ 8 മിനിറ്റിനകത്ത് തന്നെ റെഡിയായി കിട്ടും. കുറച്ചും കൂടെ നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു 9 മിനിറ്റ് കേട്ടോ. അതിൽ കൂടുതൽ വെക്കേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 7 മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്നുകൂടെ വെക്കാം കേട്ടോ. അപ്പം അതവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പഞ്ചാബി സമൂസ റെഡിയാക്കാം. നമ്മൾ ഓൾറെഡി എല്ലാ സമൂസയിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ അകത്ത് ഫില്ലിംഗ് എന്നുള്ളത് നമുക്ക് കഴിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ സമൂസയുടെ കാര്യം. ഇത് പഞ്ചാബി സമൂസയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഫ്ലേവറൊക്കെ ശരിക്കും നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിലും ടേസ്റ്റാണ്. അപ്പോൾ ശരിക്കും നമുക്ക് വീട്ടിൽ തന്നെ ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഇംലി സോസൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. നേരെ ഫ്രീസറിൽ നിന്ന് പുറത്ത് ഒരു 5 മിനിറ്റ് വയ്ക്കുക, അതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. അടുത്തത് വരുന്നത് ഫത്തായറാണ്. ഫത്തായർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. ഇതിൽ ചിക്കൻ ഫില്ലിംഗ് ഉണ്ട്, ഒരുപാട് മയോ ഫില്ലിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫില്ലിംഗ് ഉള്ള വെറൈറ്റി ഫത്തായർ വിഭവങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒരു 1 മിനിറ്റൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക, അല്ലെങ്കിൽ 1 മിനിറ്റ് നമുക്ക് എയർ ഫ്രയർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ റെഡിയാക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സംഭവങ്ങളാട്ടോ. അപ്പോൾ ഞാനിതിൽ നിന്ന് എല്ലാത്തിനും ഓരോന്നും എടുക്കുന്നുണ്ട്. അപ്പോൾ ഫത്തായറൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇനിയിപ്പോൾ പുറത്ത് പോയിട്ട് വാങ്ങിച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ഒന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മതി. ഫ്രോസൺ ഫത്തായറും റെഡിയാണ് കേട്ടോ. ഇത് 1 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മുടെ ക്രോസൻ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ക്രോസൻ്റ് പല വെറൈറ്റീസും ഒരുമിച്ച് നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അത്രയും സോഫ്റ്റായിട്ട് നല്ല എന്താ പറയുക, അടിപൊളിയായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
ഞാൻ പൊതുവേ പുറത്തുനിന്ന് ക്രോസൻറ്റ് വാങ്ങിച്ചാൽ കഴിക്കാത്ത ഒരാളാണ്. പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര പറയാൻ വാക്കുകളില്ല. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റാണ്. നമുക്ക് ഒരിക്കലും ഇത് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പാക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിൽ അത് ന്യൂട്ടെല്ല ഫില്ലിംഗ് ഉള്ളതുണ്ട്. അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ളത് ബട്ടർ ക്രോസൻറ്റ് ഉണ്ട്. അങ്ങനെ പ്ലെയിൻ ആൽമണ്ട് ക്രോസൻറ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് ടൈം ഒരെണ്ണമൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ന്യൂട്ടെല്ല ആ ഒരു ഫില്ലിംഗ് ഉള്ളതിനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്കല്ല, ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മതി. 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ കേട്ടോ. ഞാനിപ്പോൾ ഫ്രീസറിൽ നിന്ന് നേരെ എടുത്തുകൊണ്ട് ഞാൻ ഒരു 2 മിനിറ്റ് വെക്കുന്നുണ്ട്. 180 ഡിഗ്രി തന്നെ കേട്ടോ. അപ്പോൾ അപ്പം തന്നെ റെഡി ആക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട്, അതും പറയാൻ വാക്കുകളില്ല. ഞാനിതിപ്പോൾ 2 ദിവസമൊക്കെ ഒന്ന് പുറത്ത് വെച്ചു. ഇതിങ്ങനെ ആക്കിയിട്ട് 2 ദിവസം പുറത്ത് വെച്ചു. അപ്പോഴും ആ ഒരു സോഫ്റ്റ്നെസ് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫതായർ ഫാൻസ് അല്ലെങ്കിൽ ക്രോസൻറ്റ് ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഫ്രോസൺ ഒന്ന് ട്രൈ ചെയ്ത് കൂട്ടോ. എന്തായാലും നിങ്ങൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവിടുന്നേ വാങ്ങിക്കുള്ളൂ. തീർച്ചയായിട്ടും ഇതൊരു പ്രൊമോഷണൽ വീഡിയോ തന്നെയാണ്, അതൊരു റിവ്യൂ തന്നെയാണ്. പക്ഷേ ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള റിവ്യൂ മാത്രമേ ഇതിൽ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത്രയും എനിക്കിതെല്ലാതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിതാ നമ്മുടെ ബണ്ണാണ് കേട്ടോ. ബണ്ണല്ല, ബർഗർ. അത് പൊട്ടാറ്റോ ബൺസിൻ്റെ അകത്താണ് ഈ ഒരു ബർഗർ വെച്ചിട്ടുള്ളത്. ഇത്രയും ബർഗേഴ്സിന് വരുന്ന റേറ്റ് എത്രയെന്ന് പറയുക 54 ദിറംസാണ്. ഭയങ്കര വേർത്താണ്. എത്ര ബർഗർ ഉണ്ട് നോക്കൂ, 20 ബർഗേഴ്സ് ഉണ്ടായില്ല. അപ്പം ഒരാൾക്ക് ഒരെണ്ണം തന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു 54 ദിറംസിന് ഭയങ്കര വേർത്തല്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നഗറ്റ്സ് ഫില്ലിങ്, അതുപോലെ മയോ ഫില്ലിങ്, അങ്ങനെ ഒരുപാട് ഫില്ലിങ് വെച്ചിട്ടുള്ള വെറൈറ്റി ബർഗേഴ്സായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളിതെല്ലാതും ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത് എല്ലാതും അടിപൊളിയാണ്. ഒരു മോശം പറയാനില്ല. എബോവ് ആവറേജ് ടേസ്റ്റാണ് എല്ലാതും കേട്ടോ. ഇത് ബസ്ബൂസിൻ്റെ അകത്ത് ക്രീം ഫില്ലിംഗ് ഉള്ള ബസ്ബൂസിയാണ്. പിന്നെ ഡേറ്റ്സിൻ്റെ ഒരു ഇതുണ്ട്. ഡേറ്റ്സിന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ സംഭവം പൊളിയായിരിക്കും, കാരണം കാണുമ്പോൾ നല്ല ലുക്കുണ്ട്. പിന്നെ ഞാനിതാ ഈ ക്രോസൻ്റെ അടുത്താണ് ഈ ഒരു ഫില്ലിങ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതെല്ലാം കൂടി ആയപ്പോൾ പിന്നെ ഞാൻ ആ ഫില്ലിങ് വെച്ചില്ല കേട്ടോ. ശരിക്കും ഇതൊക്കെ റമദാനിന് ഭയങ്കര നിങ്ങൾക്ക് വേർത്താണ്. കാരണം അത്യാവശ്യം നല്ല ഓഫർ പ്രൈസിലാണ് അവരിപ്പം കൊടുക്കുന്നത്. ഞാൻ അതിൻ്റെ റേറ്റ്സൊക്കെ പറഞ്ഞുതരാം കേട്ടോ. കാരണം അത്രയും ഓഫറാണ് അവിടെ ഉള്ളത്. റമദാൻ പ്രമാണിച്ചുള്ള ഓഫറാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേർത്തുമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റിലും ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസും അവർ ചെയ്യുന്നില്ല. അത് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ട് ഇത്രയും ഇതായിട്ട് കാര്യമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, ചീസൊക്കെ സമൂസേൻ്റെ അകത്തുള്ള ചീസൊക്കെ നോക്കും, അത്യാവശ്യം നല്ല ഫില്ലിങ്ങിൽ തന്നെ ചീസ് വെച്ചിട്ടുണ്ട്. ചീസ് സമൂസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഷവർമ സമൂസ, സിംഗിൾ സമൂസ, കീമ സമൂസ, ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. ഒക്കെ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഐറ്റംസാണ്. ഈവൻ ചിക്കൻ സമൂസ വരെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും നിങ്ങൾക്ക് ഏത് ട്രൈ ചെയ്താലും വേർത്ത് തന്നെയാണ്. പിന്നെ ബർഗർ ഉണ്ടല്ലോ, അത് ഫ്രോസൺ അല്ല, അത് റെഡി ടു ഈറ്റ് ആണ്. ഒരു ദിവസത്തെ ഷെൽഫ് ലൈഫ് ഉണ്ടാവുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ വരെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ നെക്സ്റ്റ് ഡേയും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ചൂടാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇത് നമ്മളെ പഞ്ചാബി സമൂസ, ആ ഇംലി സോസ് കൂട്ടിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പഞ്ചാബി സമൂസ ഫാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫ്രോസൺ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയുള്ള ആ ഒരു ഗ്രീൻ ചട്നി ഉണ്ടല്ലോ, അത് ഈ സമൂസയും കൂടി ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ഒരു അടിപൊളി ഡെസേർട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് നാസറിനാണ്. ഇതും ഗ്രാൻഡ് ബേക്സിലെ സ്പെഷ്യൽ ഐറ്റമാണ്. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത് 100% ഗ്യാരണ്ടീഡ് ആണ്. കാരണം അത്രയും നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും, നിർത്താൻ തോന്നില്ല. പിന്നെ മേബിളാപ്പം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഉംറക്ക് പോയിട്ടുണ്ട്. ഉംറക്ക് പോകുന്നതിന് മുമ്പ് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ വീണ്ടും നമ്മുടെ ക്രോസൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ റോസും അതുതന്നെയാണ്, അതിൻ്റെ പുറകെ തന്നെയാണ്. അതിൻ്റെ അകത്ത് ആ ചോക്ലേറ്റ് ഫില്ലിംഗ് ഉള്ളതാണ് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ. പ്ലെയിൻ ക്രോസൻറ്റും ഉണ്ട്, അതിനകത്ത് നമുക്ക് ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ക്രോസൻ്റൊക്കെ ശരിക്കും ഇതുപോലെ ഫ്രോസൺ എടുത്ത് വെക്കുക, നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അപ്പം ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ അജ്മാനുള്ള ഗ്രാൻഡ് ബേക്സിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ സ്വീറ്റ്സും ഡെസേർട്ട്സും ഒക്കെ കാണിച്ച ശേഷം നമുക്ക് നമ്മുടെ ഫ്രോസൺ ഐറ്റംസിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ കയറിയ പാടെ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെയാണിത്. അപ്പോൾ ഇതൊക്കെ രസമുണ്ട്. എല്ലാ ബേക്കറിയിലും കിട്ടുന്ന സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇതൊക്കെ അവർ തരുന്നത്. അതും ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ചെയ്യാണ്ട് അടിപൊളി ടേസ്റ്റിൽ, അടിപൊളി ക്വാളിറ്റിയിൽ, ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അവർക്ക് UAE.
അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് 31 ദിറംസ്, 22, 27 ദിറംസ് അതിലൊക്കെയാണ് ആ ഒരു ഓഫർ പ്രൈസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും വേർത്താണ്, ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒരു എന്താ പറയുക ഡൗട്ടും അടിക്കേണ്ട. നിങ്ങൾക്ക് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഇപ്പം വന്നിട്ട് കഴിച്ചോളൂ കേട്ടോ. അതുപോലെ അത് മാത്രമല്ല, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ കേക്ക്സൊക്കെ അവർ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനും റൂഹിയും റോസും കൂടിയായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടാക്സിക്ക് വന്നതായിരുന്നു. ഇക്ക ഓഫീസിലും പോയി, പിന്നെ റീനു സ്റ്റഡി ലീവായിട്ട് വീട്ടിലുമാണ്. അപ്പം നമ്മൾ ടാക്സിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്രോസൺ ഐറ്റംസിനെ ഇനി പരിചയപ്പെടുത്തി തരാം. ഫ്രോസൺ ആയിട്ട് ഞാനിപ്പോൾ കാണിച്ച് നമുക്ക് വീട്ടിലേക്ക് തന്ന ഐറ്റംസ് കൂടാണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ, കാരണം റമദാനിന് നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ക്രോസൻറ്റും സമൂസ വെറൈറ്റീസ് കണ്ടോ, ഇത്രയും സമൂസ വെറൈറ്റീസ് ഉണ്ട്. അതിൽ മിനി സമൂസ, വെജിറ്റബിൾ സമൂസ ഉണ്ട്, മിനി ചിക്കൻ സമൂസ ഉണ്ട്, പിന്നെ വെജിറ്റബിൾ സമൂസേൻ്റെ വലിയതുണ്ട്. അങ്ങനെ വലിയ പാക്കുണ്ട്, ചെറിയ പാക്കുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങൾക്കിത് ഒത്തിരി വേർത്താണ്. ഈ നമ്മൾ പാർട്ടി, ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സമൂസയാണെങ്കിലും ഇത്രയും വെറൈറ്റീസൊക്കെ ഉണ്ടാക്കി നമ്മൾ കഷ്ടപ്പെടണ്ടല്ലോ റമദാനിന്. പിന്നെ ഇത് ഫ്രോസൺ ആക്കിയിട്ട് നമുക്ക് 3 മാസം വരെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് എന്തായാലും നിങ്ങൾ 3 മാസമൊന്നും വെക്കൂല, അത് ഉറപ്പാണ്. അത് പെട്ടെന്ന് തന്നെ തീർക്കും. സംഭവം അത്രയും ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരുപാട് വെറൈറ്റി കേക്ക്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ടീ കേക്ക് ഉണ്ടല്ലോ, നമ്മൾ ആ കവറിലുള്ള പിരിച്ച കേക്ക്, അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതൊക്കെ നല്ല ഓഫർ പ്രൈസിലാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ കുറേ ബേക്കറി ഐറ്റംസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കേക്ക് ഐറ്റംസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മളെ മിൽക്ക് കേക്ക്, അതിൽ 5 ഫ്ലേവേഴ്സിൽ വരുന്നുണ്ട്. പിന്നെ ജാർ കേക്ക്, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ ഒരുപാട് നമുക്ക് ഇങ്ങനത്തെ കേക്ക്സൊക്കെ ട്രൈ ചെയ്യണം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വന്നോളൂ, കാരണം അത്രയും നല്ല ഓഫറിലാണ് ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. ശരിക്കും നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ഇതുപോലത്തെ ഐറ്റംസ് വാങ്ങിക്കാം, സ്വീറ്റ്സൊക്കെ വാങ്ങിക്കുന്നതിന് പകരം. നല്ല അഫോർഡബിൾ ആണ്, നല്ല വേർത്തുമാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റുമാണ്. ഗ്രാൻഡ് ഡിലൈറ്റ് ഒക്കെയാണ് കാണുന്നത്. ഞാൻ ഗ്രാൻഡ് ഡിലൈറ്റ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ഇതാ ക്രോസൻറ്റ്, ഞാൻ നേരത്തെ നമ്മൾ ബേക്ക് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രോസൻറ്റിലും ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് ഫ്ലേവേഴ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ക്രോസൻറ്റ് ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അവരൊക്കെ ഇതുപോലെ ഫ്രോസൺ വാങ്ങിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അതുപോലെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഫത്തായറിൽ ചീസ് ഇതാ, ഫലാഫൽ ഇതാ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ചിക്കൻ ഫില്ലിംഗ് ഉള്ളതും ലെബന് ഫില്ലിംഗ് ഉള്ളതും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. പിന്നെ സ്പ്രിംഗ് റോൾസ് ഉണ്ട്. പിന്നെ ഇതാ വേറെയും ഫ്രോസൺ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതൊന്നും ഞാൻ നേരത്തെ നമ്മൾക്ക് വീട്ടിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എല്ലാതും കൂടി കാണിക്കാൻ പറ്റില്ല. നമുക്ക് അത്യാവശ്യം നോമ്പിന് ആവശ്യമുള്ളതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് ബേക്സ് UAE തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അലീൻ, അബുദാബി, ദുബായ്, അജ്മാൻ, ഷാർജ, അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ എവിടേക്കാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള എവിടെയാണോ അവിടേക്ക് പോവാം. ഇവരാണ് നൗഫൽക്ക, ഗ്രാൻഡ് ബേക്സിൻ്റെ ഓണറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അജ്മാനുള്ള ഗ്രാൻഡ് ബേക്സിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ റമദാനിനൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളിതാ തിരിച്ച് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ടാക്സിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു പുറത്ത്. റൂയിമോളൊക്കെ കേക്കിൻ്റെ ഷോപ്പായതുകൊണ്ട് കുറച്ചൊക്കെ പിടിച്ചിരുന്നു. പിന്നെ അവിടുന്ന് അവർ കിൻഡർ ജോയ് ഒക്കെ വാങ്ങിച്ച് കൊടുക്കേണ്ടി വന്നു. ലാസ്റ്റൊക്കെ ആയപ്പം കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അവളെ കൊണ്ട് പുറത്ത് പോകാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി ഒറ്റയ്ക്ക്. അങ്ങനെ അത് അത്യാവശ്യം ഒരു പാക്കേജ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ച സംഭവങ്ങളൊക്കെ ഇതാ ഇങ്ങനെയാണ്. അപ്പം ഇതൊക്കെ ഫ്രോസൺ ഐറ്റംസാണ് ആ ബോക്സിലുള്ളത്. പിന്നെ നമ്മൾ ആ ബണ്ണും കാര്യങ്ങളും ഇതെല്ലാം അവർ സെൻഡ് ചെയ്ത് തന്നതാണ് കേട്ടോ. എന്തായാലും സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നോമ്പിന് ഇതുപോലെ നിങ്ങൾ ഫ്രോസൺ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.